എന്താണ് ആർമേഡ് കേബിളുകൾ? കഴിഞ്ഞ ദിവസം കേബിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ആർമേഡ് കേബിൾ. എന്നാലും ചിലവർക്ക് ഇപ്പോഴും ആ ഒരു ഡൗട്ട് ഉണ്ട് ഈ ഔട്ട്ഡോർ വിളിക്കുന്ന ആർമേഡ് കേബിളുകളെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ആർമേഡ് കേബിളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് ആ ഒരു നമ്മുടെ ആ ഒരു പെയർ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ഫൈബർ കേബിളാണ്. ഫൈബർ കേബിളിൻ്റെ അതായത് ഇതിൻ്റെ ഉള്ളിൽ ഫൈബർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമുക്ക് ഒരു കോട്ടിങ് കണ്ടില്ലേ, ഈ ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ കോട്ടിംഗ് ആണത്. അപ്പോൾ ആ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നല്ല ശക്തിയായിരിക്കും. നമുക്ക് ഔട്ട്ഡോറൊക്കെ വലിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള ആർമേഡ് കേബിളുകളാണ്. ഇത് ഒരു നമ്മുടെ സാധാരണ കേബിളിൻ്റെ അതായത് 4 പെയർ കേബിൾ, അതായത് 8 വയർ വരുന്ന കാറ്റ് 6ൻ്റെയൊക്കെ ഒരു ആർമേഡ് കേബിളാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലും നിങ്ങൾക്ക് കാണാം ഈ ഒരു കോട്ടിംഗ് കാണാം, കണ്ടില്ലേ? ഈ ഒരു കോട്ടിംഗ് കണ്ടോ? ഇതാണ് ആ ഒരു സ്റ്റീലിൻ്റെ കോട്ടിങ്, അത് ഇരുമ്പിൻ്റെ കോട്ടിങ്. നമുക്കിത് കേബിൾ വളക്കാൻ പോലും പറ്റില്ല. നമുക്ക് ഈ ഒരു UG വലിക്കുമ്പോൾ, അതായത് അണ്ടർഗ്രൗണ്ടിൽ വലിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതൽ ഈ ഒരു ആർമേഡ് കേബിളുകൾ ഉപയോഗിക്കുന്നത്. നോർമൽ സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു പുറത്ത് വലിക്കാനായിട്ടൊക്കെയാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്തൊക്കെ വലിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ആർമേഡ് കേബിളുകളുടെ ആവശ്യമില്ല. ആർമേഡ് കേബിളുകൾ ഇതിപ്പോൾ നമ്മൾ കാറ്റ് 6ൽ മാത്രമല്ല, നമ്മുടെ ഫൈബർ കേബിളിലാണെങ്കിലും ആർമേഡ് കേബിളുകൾ വരുന്നുണ്ട്, നോർമൽ കേബിളുകളൊക്കെ വരുന്നുണ്ട്. ആർമേഡ് കേബിളുകൾ ഫൈബറിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ കാറ്റ് 6ലും ആർമേഡ് കേബിൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും അണ്ടർഗ്രൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ അത്ര ഒരു ക്ലൈമറ്റിലായിട്ടുള്ള അത്ര മോശമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യുക, വളരെ പാറകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് ആ ഒരു ആർമേഡ് കേബിൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഫൈബറിൽ അതുപോലെ തന്നെ, ഫൈബറിലും ഇതൊരു ഫൈബർ കേബിളാണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ ഈ ഒരു ഫൈബറിൻ്റെ ആ ഒരു ഇതിന് ആ ഒരു ടോയിന് പുറമേ തന്നെ ഫൈബർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫൈബറിൻ്റെ ആ ഒരു നാരുകളുണ്ടാവും, ആ ഒരു ഫൈബറിൻ്റെ ഒരു ലെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ ആ ഒരു ഇത് കണ്ടില്ലേ, ആ ഒരു നമുക്ക് വളക്കാൻ കൂടി പറ്റാത്തത്ര ടഫിലായിട്ടുള്ളൊരു കേബിളാണ്. അപ്പോൾ ഇതാണ് ആർമേഡ് കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആർമേഡ് കേബിൾ എന്ന് പറഞ്ഞാൽ വലിയൊരു കോംപ്ലിക്കേഷൻ ഉള്ളൊരു സംഭവമല്ല. ഇത് എല്ലാത്തിലും ഉണ്ട്. ഇത് തന്നെ CCTVയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ CCTV ടെക്നീഷ്യൻ ആണെങ്കിൽ ആ ഒരു 3+1 കേബിളും ഇതുപോലെ ആർമേഡ് ഉണ്ട്. അപ്പോൾ ഫൈബറിൻ്റെ ആയാലും കാറ്റ് 6 ആയാലും 3+1 CCTVയുടെ കേബിൾ ആയാലും എല്ലാത്തിലും ഈ ഒരു ആർമേഡ് കേബിൾസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ആർമേഡ് കേബിൾ എന്ന് പറയുന്നത്, മനസ്സിലാക്കിയിരിക്കുക. പലപ്പോഴും ഇതൊരു ഡൗട്ടുണ്ട് ചിലവരൊക്കെ ഒരു കൊട്ടേഷൻ കൊടുക്കാൻ നേരത്തോ അല്ലെങ്കിൽ എസ്റ്റിമേറ്റിലേക്ക് ഈ ഒരു ആർമേഡ് കേബിൾ കാണുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പുതിയ ടെക്നീഷ്യൻ ആകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു ആർമേഡ് കേബിൾ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർമേഡ് കേബിളാണിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൺഫ്യൂഷൻ ആകേണ്ട. ഈ ഒരു സംഭവത്തിനാണ് ഈ ആർമേഡ് കേബിൾ എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റ് 6 ഉണ്ട്, ഫൈബറും ഉണ്ട്, 3+1 ഒക്കെ ഈ ഒരു ആർമേഡ് കേബിൾ ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് ഈ ഒരു ആർമേഡ് കേബിളുകൾ എന്ന് പറയുന്നത്.